പൊതുവെ ഒരു പഴമൊഴിയുണ്ടല്ലോ, തന്നെ പൂജിച്ചിട്ട് ദേവനെ പൂജിക്കണം. ആ പഴമൊഴി അന്വർത്ഥമാണ്. കാരണം ഏത് പൂജ ചെയ്യുമ്പോഴും ഏത് ജപം നടത്തുമ്പോഴും ആ മൂർത്തി ആയിക്കൊണ്ട് വേണം ആ മൂർത്തിയെ പൂജിക്കാൻ. അതുകൊണ്ടാണ് ശിവം ഭൂത്വ ശിവം യജേൽ, ശിവനായിക്കൊണ്ട് ശിവനെ പൂജിക്കണം. ന വിഷ്ണു പൂജയൽ വിഷ്ണു, വിഷ്ണു അല്ലാത്ത ഒരു വ്യക്തിക്ക് വിഷ്ണുവിനെ പൂജിക്കാൻ അർഹതയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ സ്വയം ആരെയാണോ പൂജിക്കുന്നത്, ആരെയാണോ ഉപാസിക്കുന്നത്, ആ മൂർത്തി ആയിക്കൊണ്ട് ആ മൂർത്തിയെ ഉപാസിക്കണം. ആ ഉപാസനയുടെ പരമകാഷ്ഠയിൽ ആ മൂർത്തി രൂപം തന്നെ കൈവരുന്ന, അതിനാണല്ലോ നമ്മൾ ധാരണ എന്ന് പറയുന്നത്. ആ മൂർത്തിയുടെ രൂപം നമ്മുടെ മനസ്സിൽ ധാരണ ചെയ്തുകൊണ്ട് ഒടുവിൽ താൻ ആ മൂർത്തിയാണ് എന്ന ഭാവത്തിൽ വേണം ആ ജപാദി കർമ്മങ്ങളൊക്കെ നടത്താൻ എന്നറിയിക്കുക.